എന്തുവാടാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച സ്റ്റൈൽ തന്നെ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു വർക്ക്ഷോപ്പിന് വന്നേക്കുവാണ്. ലേഖാകാന്തച്ചി ടീച്ചറിൻ്റെ വർക്ക്ഷോപ്പാണ്. കേരളാടനാണ് മെയിൻ പുള്ളിക്കാരുടെ. അപ്പോൾ അമ്പലപ്പുഴയിൽ വെച്ചാണ്. ഇന്ന് ഡേറ്റ് 22. ഞാൻ എന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇന്നാണ് നമ്മൾ വർക്ക്ഷോപ്പിന് പോകണം. അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് വ്ളോഗിലൂടെ കാണാം. അർജുനും വിഷ്ണു ഒക്കെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നേരെ രാവിലെ തന്നെ അമ്പലപ്പുഴയിലേക്ക് എത്തി. അപ്പൊ നമ്മള് 3 പേരാണ് ചേർത്തലേന്ന് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടീം ലീഡർ. അപ്പൊ ഇന്ന് നമ്മള് വിച്ചുന്റെ അമ്മ വീട്ടിലാണ് കിടക്കുന്നത് 3 ദിവസത്തേക്ക്. ഇനി ഞങ്ങൾ ഇവിടുത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് നേരെ നമ്മള് തിലകില് പോവും. ഇന്ന് കേരളം വേഴ്സസ് വെസ്റ്റേൺ. അർജുന് സൂംബ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ അമ്പലപ്പുഴയിൽ ഇറക്കിവിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചു പോയി. അങ്ങനെ രജിസ്ട്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഐ ഡി കാർഡൊക്കെ കിട്ടി. കലാരൂപത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാം സ്വായത്തമാക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. വളരെ അപൂർവമായി കിട്ടുന്ന അവസരമാണിത്. നമ്മുടെ സംഭാഷണങ്ങളെല്ലാം പറഞ്ഞ് പരസ്പരം നമ്മുടെ ഹൃദയത്തിലുള്ള വികാരങ്ങളെ മറ്റുള്ളവരേക്ക് ധരിപ്പിക്കുന്നതാണ് നാട്യം. നടിച്ചു കാണിക്കുന്നത് നാട്യം. നൃത്തം എന്താണ്? താളമേളങ്ങൾക്ക് യോജിപ്പിച്ചുകൊണ്ട് ഹസ്തവിക്ഷേപണത്തോടുകൂടി കാൽപെരുമാറ്റത്തെ, അതായത് താളത്തിൽ നൃത്തം ചെയ്യുന്നത് നൃത്തം. നൃത്യം എന്താണ്? ഇതെല്ലാം വേണം. താളത്തിനൊപ്പിച്ച് കരചരണാദി വിക്ഷേപങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പാട്ടിന്റെയും ഓരോ വരികളുടെയും അർത്ഥം അഭിനയിച്ചുകൂടെ കാണിക്കണം. അതാണ് നൃത്യം. നൃത്യത്തിനാണ് കുറച്ച് കൂടുതൽ പ്രാധാന്യമുള്ളത്. നോക്ക് ഗൈസ്, ടീച്ചർ വലിയ കാര്യത്തിൽ ഡാൻസിനെ പറ്റിയെല്ലാം ഓരോ കാര്യങ്ങൾ പറയുമ്പം ഒരുത്ത അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവനാണെങ്കിൽ നോട്ട്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നത്. പഠിപ്പിച്ചിട്ടാണ് ഗൈസ് വെച്ചു. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ചായയും കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കടി എന്തായിരുന്നു? ഉഴുന്നുവടയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചായ ഞാൻ കുടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഉഴുന്നുവട കഴിച്ചു. ഗായ്സ്, ജസ്റ്റ് ഒരു 3 അടവ്, കേരളത്തിലെ 3 അടവ് മാത്രം കളിച്ചിട്ടുള്ള കോലാണിത്. പിന്നെ എക്സസൈസും പണിയെടുക്കുക. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം പൊന്നു പണിയെടുക്കുന്ന സന്തോഷത്തിലാണ് ഞാൻ. എന്താ പറയാനുള്ള ക്ലാസ് വളരെ നല്ലതാണ്. നമുക്ക് അറിയാത്തൊരു സാധനത്തെ പറ്റി നമ്മൾ പഠിക്കാൻ പോകണം, പഠിച്ചോണ്ടിരിക്കാൻ. എവിടെയെങ്കിലും ഒക്കെ മാമിന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ് അല്ലേ? ഇതും കൂടെ എടുത്തോടെ. എനിക്കങ്ങനെ ആദ്യമായിട്ട് കാണുന്നില്ല. ആരെങ്കിലും കഴിക്കുന്നത് അങ്ങനെ നല്ല അടിപൊളി തോരനും മോരും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. സാമ്പാർ, അവിയൽ, നല്ല അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്ക്. അത്രയും നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോരോ സോറയും പറഞ്ഞിരുന്ന് വിച്ചുവിൻ്റെ കാറൽവിയിൽ പഠിച്ച പിള്ളേരുണ്ടായിരുന്നു, 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ട് അപ്പോൾ അവരോട് ഇങ്ങനെ നമ്മളെപ്പറ്റി ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിലുള്ള കാര്യങ്ങളും നമ്മുടെ ഓരോരോ മെമ്മറീസ് ഷെയർ ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉഴുന്നുവട ഗൈസ് വായി വയ്ക്കാൻ കൊള്ളാത്ത പഴംപൊരിയായിരുന്നു. പഴം അങ്ങനെ തന്നെ ഇതാക്കി തന്നത് കൊണ്ട് ഒരു ടേസ്റ്റ്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ പറ്റി പറയാം. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് അർജുനും അമ്മയും കൂടെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. നമ്മൾ നേരെ വിച്ചുവിന്റെ അമ്മ വീട്ടിലോട്ട് പോവാണ് സുഹൃത്തുക്കളെ. കുഴപ്പമില്ല, നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് നമ്മൾ പിന്നെ എല്ലാവരും ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിലകി പോകാൻ ഓൾറെഡി റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഇന്നത്തെ ക്ലാസ് മാറ്റി വെച്ച് എന്തോ
അവിടെ എന്തോ വർക്ക് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചത്. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ വെറുതെ ഇരിക്കല്ലേ റീൽസ് എടുക്കാമെന്ന്. എൻ്റെ പൊന്നു ഗായ്സ്, ഒരു 10-15 ടേക്ക് പോയി. ഞങ്ങൾ ചിരിക്കും, ഡയലോഗ് തെറ്റിക്കും, പിന്നെയും ചിരിക്കും. ഇത് തന്നെ എല്ലാവർക്കും തമ്മിൽ നോക്കുമ്പോൾ ചിരി വരെ രസമായിരുന്നു. സോറി ഞാൻ എന്ത് പക്ഷേ പറഞ്ഞു അവിടെ ഡയലോഗ് കൂടെ. ഗൈസ് നമ്മൾ എവിടെ പോവാണ്? ഒറ്റ മൈൻഡ് അല്ലേ? നമ്മുടെ സമയം നല്ലതായതുകൊണ്ട് ഞങ്ങൾ കൈനേരിച്ചത്. അപ്പോൾ അവിടെ ഷോപ്പ് അടച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചന്തുചേട്ടനെ വിളിച്ചിട്ട് നേരെ നമ്മൾ സീ ലോഞ്ചിൽ പോയി. ആലപ്പി ബീച്ചിലുള്ള അടിപൊളിയായിരുന്നു ഗൈസ്. ചേട്ടൻ ക്ലാസ് വെച്ചില്ലെങ്കിലും ഞങ്ങൾ ചേട്ടനെ പൊക്കിയെടുത്തോണ്ട് നമ്മൾ നേരെ കുടിക്കാൻ. അവിടെ പിന്നെ കുറെ എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കയറി കളിയായിരുന്നു എല്ലാവരും. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. ക്ലാസ് കഴിഞ്ഞിട്ട് നല്ല ടയേർഡായി. കാരണം ഞാൻ കുറേ നാളെ ഡാൻസ് കളിച്ചിട്ട് മര്യാദയ്ക്ക് ഞാൻ അവിടെ രേവയെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഞാൻ വീട്ടിലെങ്ങനെ ക്ലാസ് എടുക്കാൻ പോവും. ക്ലാസ്സുകൾ എടുക്കുമെങ്കിലും അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കല്ലേ ചെയ്യുന്നത്. നമ്മുടെ ശരീരം മര്യാദയ്ക്ക് അനങ്ങുന്നില്ലല്ലോ. അങ്ങനെ കുറച്ചായി പോയിട്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് ശരീരം അനങ്ങിയത്. അങ്ങനെ ചായ കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഹോർലിക്സ് ബൂസ്റ്റൊക്കെ മതിയായിരുന്നു. ഞാൻ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ ഒരു കോഫി വാങ്ങിച്ച് കുടിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കടയിൽ തപ്പി പോയിട്ട് അവിടെ ഇല്ലയെന്ന് പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷനാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. വിച്ചുവൊക്കെ നേരെ സീറ്റിൽ വന്നിരുന്നു. പിന്നെ വിച്ചു ഫോട്ടോ എടുക്കാൻ വന്നതെന്ന് പറഞ്ഞ് എക്സ്പ്രഷൻ ഇട്ട് ഞങ്ങൾ വേറെ 2-3 കടയിൽ കയറി. പക്ഷെ എവിടെയും കിട്ടിയില്ല. ആക്ച്വലി നല്ല ക്രേവിങ്സ് ഉണ്ടായിരുന്നു കഴിക്കണമെന്ന്. പക്ഷെ കിട്ടിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ട്. അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചന്തുചേട്ടനെ കൊണ്ട് വീട്ടിലോട്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.